ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും മുതൽ മൂവി റിവ്യൂയിലേക്ക് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് 2023 തിയേറ്റർ റിലീസ് ചെയ്ത ഇപ്പോൾ എക്സ്പ്രസ് ലഭ്യമായ ആദികേശവ എന്ന് പറഞ്ഞ മൂവിയെക്കുറിച്ചാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് തെലുങ്ക് മൂവിയാണ്. ഇത് തെലുങ്ക് കൂടാതെ മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷത്തിൽ ലഭ്യമാണ്. ഞാൻ മലയാളമാണ് കണ്ടത്. അപ്പോൾ ആദികേശവനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ശ്രീകാന്ത് റെഡ്ഡിയാണ് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കാശ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കാശിങ് വൈഷ്ണവ് തേജയാണ് ഇതിൻ്റെ നായകത്വമായി മുന്നിൽ ചെയ്തിട്ടുള്ളത്. അതേ മുൻ ചിത്രം ഏതാണെന്ന് എനിക്കറിയില്ല, അറിയാൻ മുന്നേ ശ്രമിച്ചിട്ടില്ല. മറ്റൊരു കാര്യം, ശ്രീലയാണ് ഇതിൽ നായകതന്ത്രമായി ചെയ്തിട്ടുള്ളത്. ജോയ് ജോർജിൻ്റെ വില്ലനായിട്ടുള്ള കഥാപാത്രം ചെയ്തിട്ട് നമുക്കറിയാം ചെറിയ ചെറിയ വ്യക്തികളൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. ആദികേശവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവി ആക്ഷൻ എന്ന രീതിയിലാണ് ഒരുക്കി വെച്ചിട്ടുള്ളൊരു ഗുണ്ടയും അതുപോലെ തന്നെ നമ്മൾ കണ്ടു മറന്നിട്ടുള്ള കഥയാണ്. അതായത് നമ്മുടെ രജനീകാന്തിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക തെലുങ്കിലെ പ്രമുഖരായ ഒരുപാട് വ്യക്തികളുണ്ടല്ലോ, അവരെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ നന്ദമൂരി ബാലകൃഷ്ണ അവർക്ക് ചെറുപ്പകാലത്ത് ചെയ്തിട്ടുള്ള കഥയാണ്, സ്റ്റോറി ലൈനാണ് വീണ്ടും ഇവിടെ ടൈം ലൈനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെയും തന്നെ എനിക്ക് ഒട്ടും തന്നെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയില്ല. ഡയലോഗ് ആണെങ്കിലും എവിടെയും തന്നെ മാസമായിട്ടുള്ള ഈ അറ്റംപ്റ്റ് ഒന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇതിൽ തുടക്കം തന്നെ നമ്മുടെ ജോയ് ജോർജ് എന്ന് പറയുന്ന കഥാപാത്രത്തിനെയാണ് കാണിച്ചിട്ടുള്ളത്. കാരണം ഒരു കുട്ടി അമ്മ വിളിച്ചു നടത്തുന്ന ആ ഭാഗമായിട്ട് കാണിച്ചിട്ടുള്ളത്. മോളെ എനിക്ക് പണിക്ക് പോകാൻ സമയമായി, ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തോന്നും അമ്മയാണ് ജോലിക്ക് പോകുന്നത്. അമ്മയല്ല, കുട്ടിയാണ് ജോലിക്ക് പോണത്. ഈ ജോർജിൻ്റെ ഒരു ഫാക്ടറിക്കാണ് ജോലിക്ക് പോകണം. അപ്പോൾ അത് തന്നെ ഏറ്റവും വലിയ എനിക്ക് ചോദിക്കില്ല, ഈ കുട്ടികളുടെ അമ്മയ്ക്ക് എന്താ ജോലിക്ക് പോയിക്കൂടെ, അല്ലെങ്കിൽ ജോർജിൻ്റെ കൂടെ തന്നെ ഒരുപാട് തടിമാടന്മാരുണ്ട്. അപ്പോൾ ആ വ്യക്തികളൊന്നും പണിപ്പിച്ചിട്ട് അതൊന്നും പറ്റില്ല. ഇതിൽ പറയുന്നുണ്ട് പണിക്കാരെ കിട്ടാത്തതുകൊണ്ട് കുട്ടികളെ കൊണ്ടാണ് കഷ്ടപ്പെടുത്തുന്നത് പറയുന്ന ഭാഗം കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എങ്ങനെ തോന്നി, കാരണം ജോർജിൻ്റെ കൂടെ ഒരുപാട് വ്യക്തികളായിട്ട് നടക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ ആ കഥാപാത്രങ്ങൾക്ക് പണിക്ക് പോയിക്കൂടെ എന്നാണ് എൻ്റെ ഒന്നാമത് ചോദ്യമായി എനിക്ക് തോന്നുന്നുണ്ട്. ആ പോട്ടെ, ആണ് നായിക കഥാപാത്രം നമ്മൾ പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകാത്തതാണ് നമ്മുടെ നായകൻ. അങ്ങനെ നായകൻ്റെ അച്ഛൻ പറയുന്നത് നീ ഒരു ദിവസം ജോലിക്ക് പോകണം, അമ്മയും പറയുന്നു നീ ജോലിക്ക് പോകാൻ കാണാൻ കൊതിയാവെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നായകൻ ഒരു ദിവസം നമ്മുടെ നായിക നടത്തുന്ന MD ആയിട്ട് നടത്തുന്ന ഒരു ഓഫീസിലേക്ക് എത്തുന്നു. അങ്ങനെ ഇഷ്ടത്തിലാവുന്നു. നായകൻ കണ്ട കാഴ്ചപ്പാടിൽ ഇഷ്ടത്തിലാവുന്നുണ്ട്. താങ്ക് യു മാഡം, ഈ ജീൻസിട്ടൊക്കെ പോകുന്ന ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, ഒരുപാട് ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ദിവസം നായികയുടെ ബർത്ത്ഡേ പാർട്ടിയിലാണ് നമ്മുടെ നായകൻ വലിയ സംഭവം തിരിച്ചു വരണത്. അങ്ങനെ കാണിക്കുമ്പോൾ കുറേ ഒരു 5-6 കാറ് വരുന്നുണ്ട്. നിൻ്റെ അച്ഛൻ വലിയ സംഭവം എന്ന് പറയുന്നത് ഞാൻ നാട്ടിലേക്ക് പോകുന്നു. അങ്ങനെ വില്ലനും നായകനും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ചിത്രം ഉദ്ദേശിച്ചിട്ടുള്ളത്. മലയാളത്തിൽ നമ്മുടെ അപർണ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയും ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് റോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദികേശവ് എന്ന് പറഞ്ഞ മൂവി എനിക്ക് എവിടെയും ഒരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയില്ല, ഒരു ദുരന്തം ആയിട്ടാണ് എനിക്ക് തോന്നിയില്ല. കാരണം കഥാപാത്രം ഒരു മുഖത്തിക്കിലിട്ട പോലെ എക്സ്പ്രഷൻ വരാത്തൊരു നായകനും ഫുൾ ടൈമും ചൂടായിട്ട് നടക്കുന്ന നായക കഥാപാത്രമായിട്ട് എപ്പോഴും ഒരേ എക്സ്പ്രഷനാണ് പിടിച്ചിട്ടുള്ളത്. ജോർജ് അവിടെയും പോയിട്ട് ഒട്ടും തന്നെ ഒരു കൺവിൻസിങ് കഥാപാത്രമാണ് ജോർജിൻ്റെ കഥാപാത്രം. കാരണം എടുത്ത് പറയാൻ ഒരു പോസിറ്റീവ് പോലെ ഒന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലനെന്ന പോലും അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ബോഡി ലാംഗ്വേജ് അത് മാത്രമാണ് എടുത്ത് പറയേണ്ടത്. ബാക്കിയൊന്നും തന്നെ ഒട്ടും തന്നെ ഒരു ഇമ്പ്രസീവ് ആകുന്നില്ല, ഒരു കോമഡി പീസായി കളഞ്ഞു. ശ്രീലയെ കുറിച്ച് പറയുകയെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, നന്ദമൂരി ബാലകൃഷ്ണനായിട്ട് ഒരുപാട് പ്ലീസ് വരുന്നു, അത് മോശമായിട്ട് പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതിന് ശേഷമാണ് ഞാൻ ഈ ചിത്രം കണ്ടത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ അത് പ്രസൻറ്റ് ചെയ്ത രീതിയിൽ തന്നെ ഒട്ടും തന്നെ ഒരു അപാകത നേരിട്ടിരുന്നു. അപ്പോൾ ആദികേശവ് എനിക്കൊരു ദുരന്ത ലെവലാണ്, ബിലോ ആവറേജ് മൂവിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ പലർക്കും അങ്ങനെ ആയിരിക്കില്ല, ഒരു മാസ് ടേബിളായിട്ടും രീതിയിൽ തന്നെ സമീപിച്ചിട്ട് പക്ഷേ നിങ്ങൾക്ക് നിരാശയായിരിക്കില്ല എന്നാണ് പലരും കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത്. എന്തായാലും എനിക്കൊരു ബിലോ അല്ലെങ്കിൽ ഒരു ദുരന്ത ലെവൽ മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആദികേശവ് നിങ്ങൾ കണ്ടുള്ള വ്യക്തികളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അതൊരിക്കും ബൈ ഫ്രണ്ട്സ്.